മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി VK കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിലെ പ്രചരണത്തിന് തിരക്കിലാണ്. അതായത് മലപ്പുറത്തായതുകൊണ്ട് ജയത്തെക്കുറിച്ചല്ല ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഈ മണ്ഡലത്തിലെ പല സ്കൂളുകളിലും ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ള ചർച്ചയാണ് ഉള്ളത്. അതിന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, ജനങ്ങള് തന്നെ അത് പറയുന്നുണ്ട്. അങ്ങ് കേരളത്തിലെ എല്ലായിടത്തും പ്രചരണത്തിന് പോകുന്നതാണ്. അപ്പൊ ഇവിടുത്തെ പ്രചരണങ്ങൾ എങ്ങനെയാണ്? എല്ലാ ദിവസവും പറ്റുന്നതല്ലല്ലോ. ഇല്ല, ബാക്കി സ്ഥലത്തൊക്കെ പിന്നെ പോയി വരാനുള്ള ഒരു സൗകര്യം വരെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ദിവസങ്ങൾ മതി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പോകാനും ബുദ്ധിമുട്ടില്ല. ഒരുവിധം സ്ഥലത്തൊക്കെ പോയി. ഇനി ബാക്കിയുള്ളത് ഇപ്പോൾ മറ്റന്നാളും ഒരു ബാക്കിയുള്ള ദിവസങ്ങളിൽ പോകും. ഗൃഹാതിരത്വം എന്ന് പറഞ്ഞൊരു തിരിച്ചുവരവാണ് മലപ്പുറത്തേക്ക് എന്നാണ് പറയുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞാണ്, എങ്ങനെയാണ്? അല്ല, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്നിപ്പോൾ നിൽക്കുകയാണ്. അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് പൊതുവെ UDF ഇപ്പോഴത്തെ ഒരു UDF തകർപ്പൻ ചെയ്യുണ്ടാവും. വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരുന്നുണ്ടാവും. 100 സീറ്റുകൾ തന്നെ പ്രതീക്ഷിക്കാമോ? അതിലധികം തന്നെ ആയിരിക്കും, ഉറപ്പ്. എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ സമയം കണ്ടെത്തി അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ എല്ലായിടത്തും ഓടിയെത്തുകയാണ്. ഒപ്പം തന്നെ UDF മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 8. മലപ്പുറം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ KT മുജീബാണ് നമ്മോടൊപ്പം ചേരുന്നത്. മലപ്പുറം പൊട്ടിച്ചാൽ പൊട്ടാത്ത വലിയൊരു പച്ചക്കോട്ടയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എങ്ങനെയാണ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് അങ്ങേ കിട്ടുന്ന റിയാക്ഷൻസ് ഒക്കെ? അല്ല, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് 10ലധികം ദിവസമായി ഞങ്ങളിവിടെ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഒരു നെഗറ്റീവായിട്ട് ഒരാൾ പോലും സംസാരിച്ചിട്ടില്ല. അതൊരു പക്ഷേ മലപ്പുറത്തിൻ്റെ ഏറ്റവും നല്ല മനസ്സായിരിക്കാം. പക്ഷെ ഞാനതിനൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രചരണത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ വികസനമാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന വികസനങ്ങൾ. എന്നാൽ ഈ മലപ്പുറത്തിൻ്റെ ഒരു മേഖലകളും അതിൻ്റെ ഒന്നോ രണ്ടോ നമ്മൾ താനൂർ തിരൂരൊക്കെ ഒഴിച്ച് മറ്റ് സ്ഥലത്തൊക്കെ വളരെ പിന്നോക്കാവസ്ഥയാണ്. നല്ല റോഡുകളില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ ദുർബലങ്ങളാണ്. കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് VK കുഞ്ഞാലിക്കുട്ടിയാണ് എതിരെ മത്സരിക്കുന്നത്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? ഞാൻ നമ്മുടെ എതിരാളിയുടെ ശക്തിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിവിടുത്തെ ഒരാൾ എത്ര ശക്തന എന്നുള്ളതല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വികസനമാണ് ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം വരുന്നത് വേങ്ങരയിൽ നിന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ വേങ്ങരയിൽ നിന്ന് എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ടായിരിക്കണം പറയേണ്ടത്. ഞാൻ വേങ്ങരയിൽ ഇന്നതൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇത് അങ്ങനൊന്നും പറയുന്നില്ലല്ലോ. വികസനമല്ലല്ലോ സംസാരിക്കുന്നത്. അതിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്. ഈ കണക്കുകളൊക്കെ UDF വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഓരോ തവണത്തെയും. കഴിഞ്ഞ തവണത്തെ കണക്കും ഇത്തവണ അവർ 50,000 വോട്ടിന് ജയിക്കുന്നതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. എങ്ങനെ കാണുന്നു അതിനെ? അല്ല, അത് പല പല മണ്ഡലങ്ങളിലും പെട്ടെന്ന് ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ടല്ലോ, മാറ്റങ്ങൾ. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പലതരം മാറ്റങ്ങൾ. ജനങ്ങളിൽ നമുക്കത് കാണാനുണ്ട്. യുവാക്കളിൽ പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് നമ്മളിൽ. തീർച്ചയായിട്ടും. വികസനം പറഞ്ഞുകൊണ്ടാണ് മുജീബിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഇത് ജനങ്ങളിൽ പ്രതിഫലിക്കും. അതിന്റെ റിസൾട്ട്, അതിന്റെ അനുകൂലമായിട്ടുള്ള ഒരു ഫലം LDF ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. NDA ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് മലപ്പുറത്ത് രംഗത്തിറക്കിയിരിക്കുന്നത്. അശ്വതി ഗുപ്തകുമാർ അവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പ്രചരണം? പ്രചരണം നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടുന്ന് എല്ലാവരും പറയുന്നത്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കേരളം മാറി മലപ്പുറം മാറണം. എല്ലാ ജനങ്ങളിലേക്കും ഞങ്ങൾക്ക് ജനക്ഷേമ പദ്ധതികൾ, പ്രധാനമന്ത്രിയുടെ ജനക്ഷേമ പദ്ധതി എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല, വനിതകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുക. അതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ വെക്കുന്നത്? വോട്ടർമാരുടെ മുമ്പിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് റോഡ്, വെള്ളം, പിന്നെ ഇതുപോലെ നമ്മളെ PM പദ്ധതികളുണ്ടല്ലോ, കേന്ദ്ര പദ്ധതികൾ എല്ലാ ആളുകളിലും എത്തിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് ഈ വോട്ട് കണക്കൊക്കെ നോക്കുമ്പോൾ BJPക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഇതുവരെ കണക്കുകളിൽ കാണുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം കണക്കുകളിൽ ഇല്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഇരട്ടിയാണ്, 3 ഇരട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും 2 ഇരട്ടി. അതായത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു പോളിംഗ് ശതമാനം വോട്ടുകൾ മലപ്പുറത്ത് തീർച്ചയായും അങ്ങനത്തെ ഒരു പോളിംഗ് ശതമാനം പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് വനിതകളിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
കേന്ദ്ര പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് BJPയുടെ പ്രചരണം പുരോഗമിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാകും ഇത്തവണത്തെ ഈ സ്ഥാനാർത്ഥിയുടേതെന്ന് തന്നെയാണ് NDA പ്രതീക്ഷിക്കുന്നതും. അഖിലോട്ട് പറഞ്ഞപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.